ഈ കാണുന്ന ഷോപ്പിനെ ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡാക്കി മാറ്റിയാലോ? ഞാൻ ജിതിൻ, ഞാനൊരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്, പിന്നെ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫറാണ്. ഈ കടയിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ നോക്കിയേ? ഓർഗാനിക് ആയിട്ടിരിക്കുന്ന കുറച്ച് പച്ചക്കറികൾ, കുറച്ച് കൈത്തറിയായിട്ടുള്ള കുറേ വട്ടികൾ, കൊട്ടകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ കടയിൽ ഇരിക്കുന്നത്. ഇത് വളരെ ചെറിയ ഒരു കടയാണ്. ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെ ബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കടയുടെ ടോട്ടൽ ഔട്ട്ലുക്ക് അങ്ങ് മാറ്റാൻ പോകുക. പ്രൊഡക്ഷൻ ഒരുപാട് വലുതാക്കുന്നില്ല, പക്ഷേ ചെറിയ രീതിയിൽ ഞാൻ പ്രൊഡക്ഷൻ കൂട്ടി, അതായത് സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് കൂടാതെ എനിക്കറിയാവുന്ന എൻ്റെ ഏരിയയിലെ കുറച്ച് ആൾക്കാരുടെ പ്രോഡക്റ്റും കൂടെ ഞാൻ വാങ്ങിച്ചു. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ല, അത് സെല്ല് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് കൊടുക്കുക എന്നുള്ള രീതി. നമ്മുടെ പ്രോഡക്റ്റ് ട്രഡീഷണൽ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡിസൈനും ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതൊരു പുതുമ തോന്നിക്കുന്ന രീതിയിലും ആയിരിക്കണം. എനിക്ക് കിട്ടുന്ന സോഴ്സ് മാത്രം ഉപയോഗിച്ച് ഞാൻ ചെറിയൊരു ഡിസൈൻ ഞാൻ ചെയ്തു, അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. 2-3 ഷെൽഫ് ആഡ് ചെയ്തു, ഞാൻ ജിപ്സം ബോർഡിൽ നല്ലൊരു വാൾ ആഡ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഓല വെച്ചിട്ടുള്ള തന്നെ ഒരു ഡിസൈനിലാണ് റൂഫ് എല്ലാം ചെയ്തതും. ആ ഒരു വുഡൻ ടെക്സ്ചറിൽ ഫുള്ള് ഞാനത് ഫിനിഷ് ചെയ്തു ഒരു ഓപ്പൺ ഏരിയയിൽ. അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള നല്ലൊരു പേര് കണ്ടുപിടിച്ചു, അതിനുശേഷം ഒരു ലോഗോ ഡിസൈൻ ചെയ്തു. ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രാൻഡ് ഇൻ്റർനാഷണൽ ആണ്, കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്തു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലായിടത്തും സെയിം ആണ് ഞാൻ ഡിസൈനും കളർ തീമും പാറ്റേണും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു, നല്ല ബ്രാൻഡിങ് ചെയ്തു, നല്ല പാക്കറ്റ് ഡിസൈൻ ചെയ്തു, അതിൻ്റെയൊക്കെ നല്ല പിക്ചേഴ്സ് എടുത്തു, ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇതെല്ലാം ഒരേ തീമിലും ഒരേ ഡിസൈനിലും ഞാൻ ഈ ബ്രാൻഡിനെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലും എപ്പോഴും പോസ്റ്റിങ്ങും ഞാൻ അതിൻ്റെ ഫ്ലയേഴ്സും പോസ്റ്റേഴ്സും കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ അതിന് വേണ്ടി ചെയ്തു. ഇവിടെയുള്ള ബിസിനസ് സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ബ്രാൻഡിനെ 10 പേരിൽ കൂടുതൽ അറിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന വീഡിയോസും ഫോട്ടോസും പ്രൊമോഷനും കൊണ്ട് എൻ്റെ ബ്രാൻഡ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി. ഞാനൊരു മല ഏരിയയിൽ, ഒരു ഹിൽ ഏരിയയിൽ, കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന സ്ഥലത്ത് ഇതുപോലുള്ള ഒരു ഷോപ്പിനെ ഞാൻ ഇതുപോലെ മാറ്റിയിട്ട് ചെയ്ത് എന്താണ്? ബ്രാൻഡ് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, ആൾക്കാരിലേക്ക് എത്തിച്ചു. ഞാൻ നേരത്തെ കവറിലിട്ട് കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, എക്സാമ്പിൾ തേയിലയോ കാപ്പിപ്പൊടിയോ ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ഒരു നല്ല പാക്കറ്റ് ഡിസൈനിലാക്കി അവിടെ വെച്ചു, ഷോക്കേസ് ചെയ്തു. ആൾക്കാർ വന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, ട്രെൻഡിങ് ആയി. ഈ സാധനം പർച്ചേസ് ചെയ്തു. ഞാൻ 25 രൂപയ്ക്ക് വിട്ടിരുന്ന സാധനം എനിക്ക് 100 രൂപയ്ക്ക് അവിടെ സെല്ല് ചെയ്യാൻ പറ്റി. കാരണം എന്താ? എനിക്കിത് 10 പേര് കൂടുതൽ അറിയുന്ന ബ്രാൻഡാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ആ സാധനം സെല്ല് ചെയ്യാൻ പറ്റും. ഇതുവരെ പറഞ്ഞേക്കും ഓക്കെ. ഈ ബ്രാൻഡിനെ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആക്കുന്നത്? അത് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സാധ്യത കൂടുകയാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യും. ആ രീതിയിലുള്ള വീഡിയോസും പ്രൊമോഷൻസും ഞാൻ കൊടുത്തു. ആ ടൈമിൽ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും. ഒന്നിൽ നിന്നും ഈ ഷോപ്പിനെ മൾട്ടിപ്പിൾ ആക്കി. സോ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ബ്രാൻഡിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ഓൺലൈൻ വഴി വരുന്ന ഓർഡേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാം? ഷിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മെയിൻ സിറ്റിയിൽ നിന്നും 5 പേരെ, സ്മാർട്ടായിട്ടുള്ള 5 പേരെ സെലക്ട് ചെയ്തു. എനിക്കൊരു 50 പേര് വന്നിട്ടാണ് ഞാൻ ഒരു 5 പേരെ സെലക്ട് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ 50 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അത്രയും പൈസ വാങ്ങിച്ചാൽ. അങ്ങനെയല്ല, അവൈലബിലിറ്റി കുറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ മൂല്യം കൂടുകയാണ്. സോ അത് തന്നെയാണ്, ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ 5 പേരെ സെലക്ട് ചെയ്തു 5 സിറ്റിയിൽ നിന്നും. അവർക്ക് മാത്രം ഞാൻ ചെറിയ രീതിയിൽ സാധനം കൊടുത്തു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റിനെ അവിടെയും മാർക്കറ്റ് ആകുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ഷോപ്പിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് കൂടും. അവരുടെ ബിസിനസ് കൂടുമ്പോഴോ നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടുകയാണ്. ഒരു കാര്യം ചിന്തിക്കണം, ഞാൻ കേരളത്തിൽ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ലെവലിലാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻവെസ്റ്ററിനെ കണ്ടെത്തി നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങണം. അതിനായിട്ട് നല്ല ഒരു ബ്രാൻഡിങ്ങും പ്രസൻറ്റേഷനും പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ നല്ല കഷ്ടപ്പാടാണ്. 6 months to 1 year ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ഷോപ്പിനെ ഈ ലെവലിലേക്ക് ആക്കിയതിന് ശേഷം 6 മാസം to 1 year കൊണ്ടാണ് ഈ ഒരു ഷോപ്പിനെ നമുക്ക് ഇങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർത്താൻ പറ്റുന്നത്. ചെറിയ രീതിയിൽ തന്നെ അവർക്ക് പ്രോഡക്റ്റുകൾ കൊടുത്ത് ബ്രാൻഡിൻ്റെ മൂല്യവും വാല്യൂവും സെയിൽസും കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൈസ് ലേശമായിട്ട് ഇൻക്രീസ് ചെയ്യുക. എന്താണ് ബ്രാൻഡിങ് കൊണ്ടുള്ള ഉപയോഗം എന്ന് മനസ്സിലാക്കി കാണത്തില്ലേ? നിങ്ങളുടെ എന്തൊരു ബിസിനസ് ആണെങ്കിലും ഈ ഒരു സ്കെയിലിൽ നിന്നും ഈ ഒരു സ്കെയിലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്മാർട്ടായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ബ്രാൻഡിന് വളരാൻ പറ്റൂ. ഞാൻ ഒരു കുഗ്രാമത്തിലെ ജനിച്ചത്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കുള്ള വഴികൾ. ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മുതലാളിയുടെ മാനേജറിന് ചീത്ത കേട്ട് മതിയായി. ഒരുത്തന്നെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറ. കണ്ണ് തുറന്ന് നോക്ക്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ സാധ്യതകൾ. സോ സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. ദിസ് ഇസ് മീ, ജിതിൻ.